ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പോ ഇന്ന് എന്നല്ല, നമ്മൾ എന്നും ഇനി പറയാൻ പോകുന്നത് USSനെ പറ്റിയാണ് അല്ലേ. കാരണം എന്താണ്, USS പരീക്ഷ ഇതാ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ സൈലത്തിലെ ഫാക്കൽറ്റീസ് ഓരോ ദിവസം നിങ്ങൾക്ക് മുന്നിൽ എത്താണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളിലും കോണ്ടന്റ് വീഡിയോസ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. അത് മാത്രമല്ല, അതിനനുബന്ധിച്ചുള്ള വിവരങ്ങളും എല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പം നമ്മളും എഫേർട്ട് എടുക്കണം. ഞങ്ങൾ ചെയ്യുന്നത് കൂടാതെ നിങ്ങളും കൂടെ എഫേർട്ട് എടുത്താലാണ് ഈ ഒരു വിന്നർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അധികം സമയം ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് അങ്ങ് തുടങ്ങാം. ഈ കുട്ടി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടോ, എങ്ങനെയാണ് ആ ഒരു USS അല്ലേ, അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എന്ന് പറയുന്ന അവിടേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിപ്പെടുക എന്നുള്ളത്. ഒന്നുമില്ല ടീച്ചറെ, എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ കുറുക്കു വഴികളൊന്നുമില്ല. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങ് പഠിക്കുക കേട്ടോ. അടിപൊളിയായിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതുപോലെ പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇന്ന് ടീച്ചർക്ക് പറയാനുള്ളത് ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് ഈ ഒരു ചോദ്യം? കൂട്ടത്തിൽ പെടാത്തത് ഏത്? MT വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ONV കുറുപ്പ്, അയ്യപ്പ പണിക്കർ. ടീച്ചർ മറ്റൊരു മുഖവുരയും തരുന്നില്ല. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് എന്ന് നിങ്ങൾ ആദ്യം വായിച്ചു അല്ലേ. MT വാസുദേവൻ നായർ കഥയൊക്കെ എഴുതും, നോവലൊക്കെ എഴുതും അല്ലേ. അക്കിത്തം അച്യുതൻ നമ്പൂതിരി കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്, കവിതയൊക്കെയാണ് എഴുതുക അല്ലേ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. അപ്പൊ അദ്ദേഹം കവിയാണ് എന്ന് നിങ്ങൾക്കറിയാം. ONV കുറുപ്പ് 9 പേരവർ കൽപ്പണിക്കാർ, ഒരമ്മ പെറ്റവരായിരുന്നു. ONV കുറുപ്പിന്റെ അമ്മ എന്ന് പറയുന്ന കവിത. പേരറിയാത്തൊരു പെൺകിടാവേ, നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. ONV കുറുപ്പിന്റെ കോതമ്പ് മണികൾ എന്ന കവിത. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ, നമ്മ വിട്ടെവിടേക്കു പോകുവാനല്ലയുണ്ണി. ഇവിടെ ഈയും മറത്തില്ലെങ്കിലും ഇവിടെ എവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം. ONV കുറുപ്പിന്റെ മുത്തച്ഛൻ എന്ന് പറയുന്ന കവിത. ഇതിലൊക്കെ പരീക്ഷാ ചോദ്യം ഉണ്ട് കേട്ടോ. ആദ്യം ടീച്ചർ പറഞ്ഞത് അമ്മ എന്ന കവിത ആരെഴുതിയതാണ്? ONV കുറുപ്പ്. കോതമ്പ് മണികൾ ആരുടെ കവിതയാണ്? ONV കുറുപ്പ്. മുത്തച്ഛൻ ആരുടെ കവിതയാണ്? ONV കുറുപ്പ്. അതുപോലെ ടീച്ചർ നേരത്തെ പറഞ്ഞ വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികൾ ആരുടേതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി അല്ലേ. അപ്പോ അയ്യപ്പ പണിക്കരുടെയും കവിതകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പോൾ ഇത് ആദ്യം പറഞ്ഞ ആള് നോവലിസ്റ്റ് ആണ് അല്ലെ, കഥാകൃത്താണ്, ബാക്കി എല്ലാവരും കവിയാണ്. അപ്പൊ വേഗം പോയി കുത്തും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A, MT വാസുദേവൻ നായർ. നിങ്ങൾക്ക് തെറ്റ് കിട്ടും, മാർക്ക് പോവും. എന്തുകൊണ്ടാണ്? ഒന്നുമില്ലടാ. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത്. കവിയും കഥാകൃത്തും നോവലിസ്റ്റും ഒക്കെയാണ് കേട്ടോ. പക്ഷേ എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? അയ്യപ്പ പണിക്കറാണ്. എന്താ കാരണം എന്നറിയോ മക്കളെ? ബാക്കി 3 പേർക്കും കിട്ടിയിട്ടുണ്ട് എന്ത്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പുരസ്കാരമായ ജ്ഞാനപീഠം അവാർഡ് അല്ലെ. ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച മലയാളികളാണ് MT വാസുദേവൻ നായരും അക്കിത്തം അച്യുതൻ നമ്പൂതിരിയും ONV കുറുപ്പും. പക്ഷേ അയ്യപ്പ പണിക്കർക്ക് അത് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം USS പരീക്ഷയ്ക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ് എന്ത്? ജ്ഞാനപീഠം. PSC പരീക്ഷയ്ക്കും എല്ലാം നമ്മൾ കാണാറുള്ളത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ വിശദമായിട്ട് തന്നെ അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഒരു ചോദ്യം കൂടെ ടീച്ചർ പറയാം. അയ്യപ്പ പണിക്കർക്കാണ് കേട്ടോ ജ്ഞാനപീഠം കിട്ടാത്തത് ഈ കൂട്ടത്തില്. അതുകൊണ്ട് അയ്യപ്പ പണിക്കരാണ് കൂട്ടത്തിൽ പെടാത്തത്. ഒരു ചോദ്യം കൂടെ ഇതുപോലെ നേരിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. താഴെ പറയുന്നവരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് ആർക്ക് എന്നാണ് ചോദിച്ചത്. നോക്കൂ, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്,
തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ള. MT വാസുദേവൻ നായരുണ്ട്, ONV കുറുപ്പുണ്ട്, തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കുണ്ട്. നമുക്കറിയാം MT വാസുദേവൻ നായർക്കും ONV കുറുപ്പിനും ഉണ്ട് എന്നുള്ളത് നമ്മള് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനിയിപ്പോ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കുണ്ടോ? തകഴിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഇടശ്ശേരി ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായർ അല്ലേ, ശക്തിയുടെ കവി, അതൊക്കെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായർക്ക് എന്ത് കിട്ടിയിട്ടില്ല? ജ്ഞാനപീഠം കിട്ടിയിട്ടില്ല. അപ്പോൾ ശക്തിയുടെ കവി എന്നാണ് അറിയപ്പെടുന്നത്. പൂതപ്പാട്ടൊക്കെ അറിയില്ലേ നിങ്ങൾക്ക് അല്ലേ? മാതൃത്വത്തിന്റെ അത്രയും തീവ്രമായ ശക്തമായ ഒരു ഭാവം അവതരിപ്പിച്ച ഒരു കവിതയാണല്ലേ, കൃതിയായിരുന്നു പൂതപ്പാട്ട് എന്ന് പറയുന്നത്. നങ്ങേലിയും പൂതവും ഉണ്ണിയും അല്ലേ, അതെ. അപ്പൊ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ഇടശ്ശേരി ഗോവിന്ദൻ നായർക്കാണ്. ഉത്തരം ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളിലും ജ്ഞാനപീഠവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ജ്ഞാനപീഠം നേടിയ മലയാളികളെ കൃത്യമായിട്ടും അറിയേണ്ടതായിട്ടുണ്ട്. ആ വർഷങ്ങളോ ഒന്ന് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കിട്ടിയവരെ എന്തായാലും അറിഞ്ഞിരിക്കണം. 6 പേർക്കാണ് മലയാളത്തില് ജ്ഞാനപീഠം ലഭിച്ചത്. അത് ആദ്യം ലഭിച്ചത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ്. അത് 1965-ലാണ്. 1965 ജ്ഞാനപീഠം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. അപ്പൊ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച ആദ്യ മലയാള കവി ആരേ എന്ന് ചോദിച്ചാലും ജി ശങ്കരക്കുറുപ്പാണ് കേട്ടോ, ജി ശങ്കരക്കുറുപ്പ്. അപ്പൊ 65 കഴിഞ്ഞിട്ട് 80 വന്നപ്പോൾ 1980 വന്നപ്പോൾ SK പൊറ്റക്കാടിന് ലഭിച്ചു. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ചു. ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള. MT വാസുദേവൻ നായർക്കാണ് പിന്നെ ലഭിച്ചത്. MT വാസുദേവൻ നായർക്ക് അദ്ദേഹത്തിന് ലഭിച്ചത് 1984 80 പൊറ്റക്കാടിന് കിട്ടി. അവിടുന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ ആർക്ക് കിട്ടി? തകഴിക്ക് കിട്ടി. പിന്നെ 1995 MT വാസുദേവൻ നായർക്ക് അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്നത്. പിന്നെ 2007 ONV കുറുപ്പിന് ലഭിച്ചത്. 2007 ONV കുറുപ്പിന് ലഭിച്ചത്. അപ്പൊ ONV കുറുപ്പിന് 2007 ലഭിച്ചു. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചു. 2020 അക്കിത്തം മരണപ്പെട്ടു. അന്തരിച്ചത് 2020. അപ്പോൾ അതും കൂടെ എൻ്റെ മക്കൾ ഓർത്തു വെക്കുക. ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഈ 6 ആൾക്കാരെ പേര് എങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഓർത്തു വെക്കും? ടീച്ചറെ മുൻപ് കേട്ട ഒരു കോഡ്, ടീച്ചർക്ക് എവിടുന്നോ കിട്ടിയ ഒരു കോഡാണ്. അപ്പൊ അത് ടീച്ചർ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ശങ്കരൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശങ്കരൻ പ്രസവിക്കോ ടീച്ചറെ എന്നൊക്കെ സംശയം ചോദിക്കുന്നവർക്ക് വേണമെങ്കിൽ ശങ്കരി എന്നാക്കാം. പക്ഷെ അതിൽ ശങ്കര വേണം, ശങ്കര അല്ലേ. ശങ്കരൻ പെറ്റ പിള്ള. പിള്ള എന്ന് പറഞ്ഞാൽ കുഞ്ഞ് എന്ന അർത്ഥം ഇല്ലേ? കുഞ്ഞ് എന്ന അർത്ഥം വരുന്നുണ്ട്. പിള്ള എന്ന് പറഞ്ഞാൽ കുട്ടി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ശങ്കരൻ പെറ്റ പിള്ളയാണ് വാസുക്കുറുപ്പും അച്ചുവും. ആരൊക്കെ? വാസുക്കുറുപ്പും അച്ചുവും. അപ്പൊ ഇതെന്താണ്? നമ്മുടെ ജ്ഞാനപീഠം കിട്ടിയവരുടെ ഒരു കോഡാണ് അല്ലേ. ശങ്കരൻ എന്ന് പറയുന്നത് ആരാണ്? ആദ്യം കിട്ടിയത് ജി ശങ്കരക്കുറുപ്പിനാണ്. ആരാണ്? ജി ശങ്കരക്കുറുപ്പിനാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ജി. ശങ്കരൻ എന്ന് പറയുന്നത് ജി ആണ്. ജി ശങ്കരക്കുറുപ്പ് അല്ലേ. ജി എന്ന തൂലിക നാമത്തിലും ജി ശങ്കരക്കുറുപ്പ് അല്ലേ. അപ്പൊ ജി. പിന്നെ പൊറ്റക്കാടിനെയാണ് ഇവിടെ പെറ്റ എന്ന് പറഞ്ഞത്. ആരാണ്? SK ആണ്. SK പൊറ്റക്കാട്. പിള്ള ആരാണ്? നോക്കൂ, തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് 3ാമത് കിട്ടിയത്. തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് അല്ലേ. തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് 3ാമത് കിട്ടിയത്. അപ്പോൾ ജി ആയി, SK പൊറ്റക്കാടായി, പിള്ളയായി. ശങ്കരൻ പെറ്റ പിള്ള ആരൊക്കെയാണ്? വാസുക്കുറുപ്പും അച്ചുവാണ്. വാസുക്കുറുപ്പ് MT വാസുദേവൻ നായരെയാണ് വാസു എന്ന് പറഞ്ഞത്. MT അല്ലേ. കുറുപ്പ് ആരാണ്?
ONV ആണ്. നമ്മുടെ പ്രിയപ്പെട്ട കവി ONV ആണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് അച്ചു എന്ന് പറഞ്ഞത് അല്ലേ? അക്കിത്തത്തെ നമുക്ക് അച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് പെറ്റത്? ശങ്കരൻ പെറ്റ പിള്ളയാണ്. ആരൊക്കെ? വാസുകുറുപ്പും അച്ചുവും. ശങ്കരൻ പെറ്റ പിള്ളമാരാരൊക്കെയാ? വാസുകുറുപ്പും അച്ചുവും. അപ്പൊ നിങ്ങളുടെ ഈ പേരുകള് ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അതിന്റെ ക്രമം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കോഡ് ഉപയോഗിക്കാം. ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ നായരും ONV കുറുപ്പും അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുമാണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ. അപ്പോൾ USS പരീക്ഷയ്ക്ക് പോകുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ. ജ്ഞാനപീഠം നേടിയ മലയാളികൾ. അപ്പോൾ ഞാൻ മറ്റൊരു ചോദ്യം നിങ്ങളോട് ഇന്ന് ചോദിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം എല്ലാവരും ഉത്തരം കമന്റ് ചെയ്യണം. ഇന്നത്തെ ചോദ്യം എന്താണ് എന്ന് വെച്ചാൽ, ഇന്നത്തെ ചോദ്യം തൂലിക പടവാളാക്കിയ കവി. ഇത് പൊതുവായിട്ട് ചോദിച്ചതാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: തൂലിക പടവാളാക്കിയ കവി. കവികൾ വിശേഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ തൂലിക പടവാളാക്കിയ കവി ആരാണ്? ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യോളാ കമന്റ് ബോക്സിൽ കേട്ടോ. അപ്പോൾ ടീച്ചറെ ഇതുപോലത്തെ മറ്റു ചോദ്യവുമായിട്ട്, വളരെ പ്രധാനപ്പെട്ട ചോദ്യവുമായിട്ട് മറ്റ് വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ബൈ. മറന്നു പോകരുത്, നിങ്ങൾ എവിടെ എത്തണം? നിങ്ങൾ USS എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഓരോരുത്തരും എത്തേണ്ടതുണ്ട്. അത് ടീച്ചർക്കും ആഗ്രഹമുണ്ട്, നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ജ്ഞാനപീഠം കിട്ടിയവരുടെ പേരുകൾ ഓർത്തു വെക്കാനുള്ള എളുപ്പ വഴിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.